ഈ വെളുക്കാൻ തേച്ചിട്ട് പാണ്ടാകുക എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു സംഭവമാണ് ഇന്ന് പറയാൻ പോകുന്നത്. മൈ വേ വിത്ത് കല്യാണി എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഉണ്ട്. അവരുടെ എന്താ പറയുന്നത്, സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും എല്ലാം ഭയങ്കര കൂടുതലാണ്. അവർ അത്യാവശ്യം ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. അവരുടെ ഡേ ഇൻ മൈ ലൈഫും അങ്ങനെയുള്ള വീഡിയോസും ഒക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം അവരൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തായിരുന്നു. ആ സംഭവം തന്നെ വെളുക്കാൻ തേച്ചത് പാണ്ടായതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ്. ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. ഇന്ന് രാവിലെ അപ്പുക്കുട്ടന് സ്കൂൾ അവധിയാണ്, പക്ഷെ സീച്ചറിന് ജോലിക്ക് പോകണം. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കേട്ടോ. ഇപ്പം ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ രാവിലെ മുടിയൊക്കെ കെട്ടി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി അടുക്കളയിലോട്ട് കയറി കേട്ടോ. നമുക്ക് എളുപ്പപ്പണിക്ക് ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഞാൻ പുട്ടെല്ലാം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ടു. ഒരുപാട് പേര് ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനിതെല്ലാം കഴിഞ്ഞ ഒരു പരിധിയിൽ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വിത്ത് എവിഡൻസ് ആയിട്ട് ഞാൻ വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എന്താ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. അതായത് എൻ്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മെയിൻ ഡോക്ടർ ഒരു ലേഡിയാണ്. അവർ 3 മാസം കൂടുമ്പോഴേക്കേ ആ ഒരു ക്ലിനിക്കിൽ വരുള്ളൂ. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ടങ്ങ് വിശ്വസിക്കും. നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ BDSും MBBSും പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഓരോ കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെയും ഒക്കെ. അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഇതെല്ലാം തിരക്കി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ബില്ല് ചോദിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ബില്ല് അവർ ഭയങ്കര കള്ളത്തരമായിട്ടാണ് തന്നത്. അതായത് നമ്മൾ കൊടുത്തതിൻ്റെ പകുതി പൈസയുടെ ബില്ല് മാത്രമേ അവർ തരുന്നുള്ളൂ. ഇതൊക്കെ അപ്പം നമ്മുടെ ഫയൽ ചോദിച്ചു, അത് തരില്ല, ബില്ല് തരില്ല. അങ്ങനെ നമ്മൾ പോലീസിൽ കേസ് കൊടുത്തു. അങ്ങനെ അവരവിടെ വന്ന് ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ടും എനിക്ക് ഇതുവരെ അവർ പ്രോപ്പറായിട്ടുള്ള ബില്ല് എനിക്ക് തരുന്നില്ല. അപ്പോൾ ബില്ല് അവിടെ നിൽക്കട്ടെ, എൻ്റെ ഫയലിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇതുവരെ എടുത്ത ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഫയൽ തരാൻ പറഞ്ഞു. അത് കോപ്പി എടുത്തിട്ടായാലും അവർ നമുക്ക് തന്നാൽ മതി. പക്ഷെ അതും തരില്ല. അവരെങ്ങനെയൊക്കെ കാണിച്ചാലും അതൊന്നും അവർ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു ടെൻഷനും, എനിക്കിങ്ങനെ ഒരാൾ ഇതുപോലെ ഇങ്ങനെ ചീറ്റ് ചെയ്യും എന്നുള്ളത് എൻ്റെ മനസ്സ് അംഗീകരിക്കാത്ത എൻ്റെ വിഷമവും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇത്രയും നാളും. പക്ഷെ ഇപ്പം നമ്മൾ ഹീലിംഗ് സെക്ഷനിലൊക്കെ എടുത്തു. അപ്പോൾ ഡോക്ടർ തന്നെ എന്നോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ എല്ലാവരെയും വിശ്വസിക്കുന്നതെന്ന്. അങ്ങനെ ഞാനിപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാനൊരു വീഡിയോ മൊത്തത്തിൽ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിന്നെ അത്രേ ഉള്ളൂ മക്കളെ. ഇപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടാറ്റോ ബൈ, സീ യു. എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ കുറെ പേർക്കൊക്കെ എടുത്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് എടുത്തോണ്ട് പോകുന്നവരുണ്ടടാ. അപ്പോൾ അവരെല്ലാം എടുത്തോണ്ടൊക്കെ പോകാറുണ്ട്. പക്ഷെ ഇനി ഞാനൊരു ത്രിഫ്റ്റ് സ്റ്റോർ തുടങ്ങാന്ന് വിചാരിച്ചു കേട്ടോ. നിങ്ങൾ വെളുത്തിട്ട് പാറിനെ കണ്ടേനാ പണ്ടൊരുത്തന് ഇതുപോലെ വന്നത് ഓർക്കുന്നുണ്ടോ? ഒരു പ്രത്യേകതരം ക്രീമുമായിട്ട് വെളുത്ത അല്ലെ തേച്ചാൽ നല്ലപോലെ വെളുക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നീട് അതിന്റെ സൈഡ് എഫക്ട്സും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കോൺട്രവേഴ്സീസ് ഒക്കെ വന്നതാണ് അതിനുശേഷം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല ഇത്. ഈ ഇൻഫ്ലുവൻസർ മൈ വേ വിത്ത് കല്യാണി എന്ന് പറയുന്ന ഈ ഇൻഫ്ലുവൻസർ, ഇവരുടെ വീഡിയോസ് ഒക്കെ നല്ല രസമാണ്. കാരണം വളരെ ആക്റ്റീവായിട്ട് അവരുടെ പ്രസന്റേഷനൊക്കെ ഭയങ്കര നല്ലതാണ്. അതുകൊണ്ട് തന്നെയാണ് അത്രയും ഫോളോവേഴ്സ് വരുന്നത്. കൂടുതലും ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ അവർ ചെയ്യുന്നത്, എന്താ പറയുക, ഇങ്ങനെ കൊളാബായിരിക്കും മിക്കവാറും പ്രൊമോട്ട് ചെയ്ത് പറയാറുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പണ്ട് ഓർക്കുന്നുണ്ട്, ഫെയർ ആൻഡ് ഹാൻസം എന്ന് പറയുന്ന ഒരു ക്രീമിന്റെ പരസ്യം ചെയ്തത് നമ്മുടെ ഷാറുഖ് ഖാൻ ആയിരുന്നു. തേച്ചാ വെളുക്കും എന്നുള്ള രീതിയിലുള്ള പരസ്യങ്ങളും കാര്യങ്ങളും എല്ലാം വന്നതിന് ശേഷം അവസാനം ഒരാൾ കേസ് കൊടുത്തതിന് നഷ്ടപരിഹാരം കമ്പനി കൊടുക്കേണ്ടി വന്നു. കാരണം ഇത് തേച്ചാ വെളുക്കും എന്നുള്ളത് പരസ്യത്തിൽ പറയുന്നില്ലേ ഉള്ളൂ, തേച്ച് വെളുത്താരും പറയുന്നില്ലല്ലോ. തിരിച്ചൊരു കൗണ്ടർ കേസ് വന്നപ്പോൾ, കേസ് കൊടുത്ത സമയത്ത് കമ്പനി നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് ഇത്. അതായത് ഈ പുള്ളിക്കാരി എവിടെയോ ഒരു ക്രീം തേച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പിഗ്മെന്റേഷൻ ഉണ്ടായി. അതിനുശേഷം ഒരു ട്രീറ്റ്മെന്റ് ദെർഫോറിൻ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി ക്ലിനിക്കിൽ പോയതാണ്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കാണ്. ആ ക്ലിനിക്കിലൊക്കെ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ ക്ലിനിക്കിൽ അത്യാവശ്യം സെലിബ്രിറ്റീസ് ഒക്കെ വരുന്ന ഒരു ക്ലിനിക്കും കൂടെയാണ്. പിന്നെ പ്രത്യേകിച്ച് അവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അവരങ്ങനെ പ്രൊമോഷൻസ് ഒന്നും ചെയ്യത്തില്ലാത്ത ഒരു ഇതാണ്. അവർ പറയുന്നത് അവരുടെ ട്രീറ്റ്മെന്റിൽ റിസൾട്ട് കണ്ടതിന് ശേഷം ആളുകൾ പറഞ്ഞറിഞ്ഞ് വരണം എന്നുള്ളൊരു കൺസെപ്റ്റാണ് അവരുടെ. അതുകൊണ്ട് അവർ പ്രത്യേകിച്ച് ആരെയും വെച്ചിട്ട്, സെലിബ്രിറ്റീസ് വരുന്നുണ്ടെങ്കിൽ പോലും അവരെ ആരെയും വെച്ച് പ്രൊമോഷൻസ് ഒന്നും ചെയ്യുന്നില്ല. ഡോക്ടർ ഫാത്തിമ എന്ന് തോന്നുന്നു അതിന്റെ CEO വരുന്നത്. അവരുടെ പ്രൊഫൈല് മെൻഷൻ ചെയ്യാം. അപ്പൊ എന്തായാലും അവർക്കെതിരെയാണ് ഇപ്പോൾ ഈ കല്യാണി കേസുമായിട്ട് പോയിരിക്കുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കല്യാണി പറഞ്ഞത്, അതായത് ഇവർക്ക് ഈ പറയുന്ന പോലെ ബില്ലുകളും കാര്യങ്ങളും ഒന്നും കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വേർഷനാണ് കല്യാണിയുടെ. ശരിയായിരിക്കാം, ചിലപ്പോൾ കിട്ടിയിട്ടില്ലായിരിക്കും. പക്ഷേ അവരുടെ സ്ഥാപനത്തിൽ നിന്ന് അവരെ എന്താ പറയുന്ന ഒരു ബ്ലോഗർ, ഒരു യൂട്യൂബർ വിളിക്കുന്നുണ്ട്. അദ്ദേഹം വിളിക്കുമ്പോൾ, ദേവ് ടോക്സോ മറ്റാണ്, അദ്ദേഹം വിളിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി, അതായത് ആ ഒരു സ്ഥാപനത്തിൽ വിളിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി ഉണ്ട്. അതൊന്ന് ആദ്യം കേട്ട് നോക്കാം.
ഫസ്റ്റ് വിസിറ്റ് അറൌണ്ട് ഒരു 8 months മുന്നെയാണ് ക്ലയന്റ് വന്നത്. ആൻഡ് ആളുടെ കൺസേൺ എന്ന് പറയുന്നത് ഒരു സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊരു വൈറ്റനിങ് ക്രീമാണ്, സ്റ്റിറോയിഡ് ക്രീമാണ്, വൈറ്റനിങ് ക്രീമാണ്. ആൻഡ് അത് യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടായിരുന്നു. യൂസ് ചെയ്ത് ആൾക്ക് ഫെയർ ആയി, കുറച്ച് സ്കിൻ ഒന്ന് വെളുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വെച്ചിട്ട് പിഗ്മെന്റേഷൻ വരാൻ തുടങ്ങി ആളുടെ സ്കിന്നിൽ. അപ്പൊ ആൾക്ക് മനസ്സിലായി അതിന്റെ എന്തോ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണെന്ന് ആൾക്ക് മനസ്സിലായിട്ടാണ് ആള് ഞങ്ങളെ മീറ്റ് ചെയ്യുന്നത്. ആൻഡ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിൻ ഡോക്ടറിനെ തന്നെയാണ് ആള് ഫസ്റ്റ് വിസിറ്റ് ചെയ്തും ഫുൾ കണ്ടതും ഡോക്ടറിനെ തന്നെയാണ്. ഈ സംസാരിക്കുന്ന ആളുടെ പേരെന്തായിരുന്നു? ഞാൻ ഓഫീസിലെ സ്റ്റാഫാണ്, ട്രിവാൻഡ്രം ഓഫീസിലെ സ്റ്റാഫാണ്. പറഞ്ഞോളൂ. ആൻഡ് വിസിറ്റിന് വന്നിട്ട് മാമിനെ കണ്ടു. അപ്പൊ മാം പറഞ്ഞു ആ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റിറോയിഡ് ക്രീം ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് അത് നമ്മളങ്ങനെ കൈൻഡ് ഓഫ് സ്റ്റിറോയിഡ് ക്രീംസ് കൊടുക്കാറില്ല. ആൻഡ് അതിന് വേണ്ടിയിട്ട് നമ്മള് ഗ്ലൂട്ടൻ IV സജസ്റ്റ് ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ആളുടെ. നമ്മൾ ഫുൾ ഹിസ്റ്ററി എടുത്തതിന് ശേഷമാണ് ചെയ്തത്. ആൻഡ് IVs എടുത്തു ഒരുപാട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെഷന് ആള് വന്നപ്പോ ആള് കൊളാബ് റിക്വസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തു? യെസ്, ആളുടെ ഫീൽഡ് ആണല്ലോ, ലൈക്ക് ഇൻഫ്ലുവൻസർ ആണല്ലോ. അപ്പോ നമുക്ക് ആക്ച്വലി എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ കൊച്ചിയിലെ പനമ്പള്ളി ക്ലിനിക്കിലെ മഞ്ജു വാര്യർ തൊട്ട് എല്ലാരും നമ്മുടെ ക്ലയൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് അവരെ വെച്ചിട്ട് നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഒരു സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് ഒരു പ്രൊമോഷനോ ഒരു ആഡോ ചെയ്തിട്ടില്ല. ഈവൻ പെയ്ഡ് ആഡ് പോലും നമ്മൾ സെലിബ്രിറ്റീസിനെ വെച്ച് ചെയ്തിട്ടില്ല. ബൈ ബിക്കോസ് നിങ്ങൾക്ക് സിഇഒക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ല. ചെയ്യാനാണെങ്കിൽ എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ ക്ലയൻസ് ആണ് പനമ്പള്ളി. ഏകദേശം കാര്യങ്ങൾ കേട്ടല്ലോ. അപ്പൊ അവര് പറയുന്നത്, അവര് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇവര് വന്നത് എന്തുകൊണ്ടാണ്, ഇവർക്ക് നേരത്തെ ഏതോ ക്രീം തേച്ചതിൻ്റെതായിട്ടുള്ള ഒരു പാർശ്വഫലം അല്ലെങ്കിൽ എവിടെയോ ഒരു വന്നതിന്റെ ട്രീറ്റ്മെന്റിനായിട്ട് വന്നതാണ്. അപ്പം അതും പ്രകാരം ഡോക്ടർ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും എല്ലാം ചെയ്യിച്ച് അവരെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് അതിനുശേഷം ഈ കേസ് കൊടുക്കുന്ന തന്നെ ഒരു 8 മാസത്തിന് ശേഷമാണ്. അപ്പം ഈ 8 മാസത്തിന് ശേഷം സംഭവിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിന്റെ ഇടയ്ക്ക് നടന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവര് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഇവർ മറ്റൊരു സ്ഥലത്ത് പോയി ട്രീറ്റ്മെന്റ് എടുത്തു എന്നുള്ളത്. ഈ മറ്റൊരു സ്ഥലത്ത് പോയി ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ മിക്കവാറും ഇവർ ബില്ലുകളൊക്കെ ചോദിച്ചതുമായിട്ട് കണക്ട് ചെയ്ത് വരുമ്പോൾ എൻ്റെ ഒരു തോന്നലാണ്, അതായത് ഒന്നുകിൽ ഇവർ രണ്ടാമത് പോയി സ്ഥാപനം പൈസ കുറച്ച്, അതായത് ഇവിടെ പറഞ്ഞൊരു എമൗണ്ട് കുറച്ചിട്ട് അവർക്ക് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞാണ്. ഇപ്പൊ അവർ പറയുന്നുണ്ട് ക്യൂറായി വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പം എന്താണെങ്കിലും ഇത്രയും എന്താ പറയുന്നത് ഭയങ്കര റീച്ചുള്ള ഒരാൾ മിക്കവാറും ഒരു കൊളാബൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അവർ പ്രൊമോട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഇവർ പറഞ്ഞിട്ടുണ്ടാവും ഈ കല്യാണി. ഇതൊക്കെ നമ്മുടെ ഊഹാപോഹങ്ങളാണ് നമ്മൾ പറയുന്നത്, അസംഷൻസ്. അതായത് ഈ ഇൻഫ്ലുവൻസർ കല്യാണി അവിടെ ചെന്നിട്ട് ഇങ്ങനെ ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം അവരൊരു കൊളാബ് ചെയ്യാം, ഇത്ര രൂപയ്ക്ക് ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഒരു കാര്യം അവർ വെച്ചിട്ടുണ്ടാവും, ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇരിക്കെ ഈ സ്ഥാപനത്തിൽ നിന്ന് അവർ അത് റിജക്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം റിജക്ട് ചെയ്യാനാണ് സാധ്യത, അങ്ങനെ ഞാൻ കേട്ടിരുന്നു. കാരണം അവർ ഒരിക്കലും ഇങ്ങനെ പ്രൊമോഷൻ പരിപാടികൾ അങ്ങനെ ചെയ്യാറില്ല. പിന്നെ അവരുടെ വീഡിയോസിൻ്റെ അകത്തൊക്കെ അവരുടെ ഡോക്ടർ വന്ന് സംസാരിക്കുന്ന അതിൻ്റെ ആ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഏകദേശം അവർ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിലും വലിയ പ്രൊമോഷൻ അവർക്ക് വേണ്ടെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ് ഒക്കെ വരുന്ന ഒരു സ്ഥലവും കൂടെയാണ്. ഈ മോക്ക് പബ്ലിസിറ്റി എന്ന് പറയും, വാമൊഴി കൊണ്ട് അവിടെ നല്ലതാണ്, ആ സ്ഥാപനം നല്ലതാണ്, ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ കല്യാണിയും ഇതുപോലെ തന്നെ കേട്ടിരിക്കുന്നത്, ആ സ്ഥലത്ത് സെലിബ്രിറ്റീസ് പോകുന്നതാണ്, അവിടെ പോയ കൊള്ളാമെന്നുള്ളത്, അങ്ങനെ ചെന്നതായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ എന്തായാലും മറ്റൊരു സ്ഥലത്ത് പോയി ഈ ഒരു മുഖത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെന്നാണ് പറയുന്നത്. കല്യാണി കേസ് കൊടുത്തു എന്ന് പറയുന്നു. ആ സ്ഥാപനം എയർഫോർട്ടിന് ആ സ്ഥാപനം അവരും കേസ് കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് അവർ പറയുന്ന വേർഷൻ ഇതാണ്, അത് ഞാൻ ആ ഓഡിയോ ഫുള്ള് പ്ലേ ചെയ്തിട്ടില്ല. അവർ പറയുന്നത് അവരുടെ സ്ഥാപനത്തിൽ ചെന്നിട്ടും ഇവര് കല്യാണി എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ അവിടെ കുറച്ച് സീനൊക്കെ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും സംഭവം ഇതാണ്, അവർ ഉദ്ദേശിച്ച ഏതോ ഒരു ഔട്ട്പുട്ട് അവർക്ക് കിട്ടിയില്ല. ഒന്നുകിൽ അവരുടെ ഉദ്ദേശിച്ച ട്രീറ്റ്മെന്റ് ശരിയാണ്, കല്യാണിയെ സംബന്ധിച്ച് അവർ ഉദ്ദേശിച്ച ഒരു ഫലം ട്രീറ്റ്മെന്റിന് അവർക്ക് ആ ഒരു ഫലം കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം പിന്നെ രണ്ടാമത് ബില്ലുകൾ ചോദിച്ചെന്ന് പറഞ്ഞാൽ അവര് വേറൊരു രീതി നമുക്ക് ചെയ്യാം, നമ്മൾ മുടക്കിയ പൈസക്കുള്ള ഒരു സർവീസ് കിട്ടിയിട്ടില്ല എന്നുള്ളത്. അത് നമുക്ക് ചിന്തിക്കാം. നമ്മളാണെങ്കിലും വളരെ സിമ്പിളായിട്ട് നമ്മളൊരു സ്ഥാപനത്തിൽ പോയി നമ്മളൊരു ഭക്ഷണം കഴിക്കുന്ന കാര്യം സിമ്പിളായിട്ട് നമ്മളൊരു ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് നമുക്കൊരു തൃപ്തി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുടക്കിയ മുതലിനുള്ള ഇല്ലെന്ന് നമ്മൾ പറയും. എന്ന് പറയുന്ന പോലെ അവർ ആ സ്ഥാപനത്തിൽ ചെന്നിട്ട് അവർ ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അവർക്ക് ചിലപ്പോൾ ആ ഒരു അതിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നിരിക്കില്ല. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകാം. രണ്ടാമത്തെ കാര്യം, ഇത് ക്യൂർ ആകുന്ന ആ ഒരു ടൈമിങ്ങിൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ പറഞ്ഞായിരിക്കും ഇവർ ഈ രണ്ടാമത്തെ സ്ഥാപനത്തിൽ ചെന്നത്. അവിടെ ചെന്നപ്പോൾ ഇതിന് റേറ്റ് കുറച്ച് പറഞ്ഞപ്പം അവിടെ ട്രീറ്റ് ചെയ്ത് കുറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ബില്ലുകൾ ചോദിച്ചു.
ഇതൊക്കെ ഇത് തമ്മിൽ തട്ടിക്കാനോ അല്ലെങ്കിൽ ഈ ബില്ലുകൾ കമ്പയർ ചെയ്തിട്ട് മറ്റൊരാളോട് ഇവർക്ക് സജസ്റ്റ് ചെയ്യാനോ, പ്രത്യേകിച്ച് ഒരു ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ കാര്യമൊക്കെ കേട്ടപ്പോഴൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഓർക്കുന്നേ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വെളുക്കാൻ തേച്ചത് പാണ്ടാകുക എന്ന് പറയുന്ന ഒരു പരിപാടി. അതായത് ഇപ്പൊ കുറെ ട്രീറ്റ്മെന്റ്സ്, പാണ്ടാകുന്നതല്ല ഞാൻ പറയുന്നത്, അതൊരു പഴയ പഴമൊഴി പറഞ്ഞതാണ്. അങ്ങനെ പണി കിട്ടിയവരും ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു സാധനം, ഇപ്പോഴത്തെ ക്ലിനിക്കുകൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. പറയാൻ വന്ന കാര്യം അതാണ്. ഇപ്പോൾ ഈ മുഖത്തൊക്കെ ഇച്ചിരി കളർ വെക്കണം എന്നൊക്കെ ഉള്ളവർക്ക് അതിൻ്റെതായ ചികിത്സകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകളാണ് ഇതിന് ചെയ്യുന്നത്. അപ്പം ഈ ഗ്ലൂട്ടാത്തൈൻ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഗ്ലൂട്ടാത്തൈൻ ചെയ്തുകൊണ്ട് വെളുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞു കേട്ടിരിക്കുന്നതാണ്. നമുക്കുള്ള കളർ, അതായത് നമ്മുടെ സ്കിൻ ടോൺ, നമ്മുടെ സ്കിന്നിന്റെ കളർ ഒന്നുകൂടെ ഗ്ലോ ചെയ്ത് നിൽക്കും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ അത് സമർത്ഥിക്കാം കമന്റ് ബോക്സിൽ വന്ന്. പക്ഷെ എന്നിരുന്നാലും ഇതൊക്കെയാണ്, കുറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഉണ്ട്. നമ്മുടെ കാലം മുന്നോട്ട് നീങ്ങുന്നതനുസരിച്ച് നമുക്ക് ഈ പറയുന്ന വേഷപ്പകർച്ചകളല്ല, നമ്മുടെ ആകൃതിയിലും ഒക്കെ മാറ്റങ്ങൾ വരുത്താനുള്ള പല പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലൊന്നാണിത്. ഈ സംഭവം പല ക്രീമുകൾ ഇന്ന് നമ്മുടെ ഈ നിരത്തിൽ ഇറങ്ങുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ബ്യൂട്ടി കോൺഷ്യസ് ആണ്. നല്ല രീതി ഇപ്പോൾ എന്നല്ല, പണ്ട് മുതലേ ആളുകൾ വളരെയധികം ബ്യൂട്ടി കോൺഷ്യസ് ആണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും, ആണും പെണ്ണും അടക്കം, നല്ല രീതിയിലുള്ള സിറവും ക്രീമുകളും ഒക്കെ പരസ്യം കണ്ടുപോയി വാങ്ങിച്ച് ചെയ്യാറുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഒരു സോപ്പ് ഇറങ്ങിയിട്ടുണ്ട്. സോപ്പ് 2 വശം 2 ടൈപ്പാണ്. ഉരച്ച് തേച്ച് കഴിയാൻ നമ്മുടെ ശരീരത്തെ ടാൻ മാറുമെന്നാണ് പറയുന്നത്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ അത് എത്രമാത്രം ശരിയാണെന്നുള്ളത് ഉപയോഗിച്ചവർക്കേ അറിയത്തുള്ളൂ. ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് കാണുമ്പോൾ അത്ഭുതമാണ്. നമ്മളൊരു സോപ്പ് തേച്ചാൽ നമ്മുടെ ശരീരത്തെ ടാൻ മാറുക എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു അത്ഭുതം. അങ്ങനെയൊക്കെ പുതിയ ടെക്നോളജീസ് വന്നിട്ടുണ്ടോ അറിയത്തില്ല. ആ സോപ്പ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ടറിയില്ല. ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചവർക്കേ അറിയത്തുള്ളൂ അതിൻ്റെ ഒരു നല്ല വശവും ചീത്ത വശവും എന്താണെന്നുള്ളത്. എന്താണേലും ബ്യൂട്ടി അതുപോലെ കോസ്മെറ്റിക്സ് ഐറ്റംസ് ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുക, നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ഒരു പരസ്യത്തിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങൾ കാണിക്കുന്ന കണ്ടിട്ട് പോയി വാങ്ങിച്ചിട്ട് അവസാനം പണി മേടിക്കരുത്. അത് ഈ ഒരു കാലഘട്ടത്തിൽ ഒത്തിരി പേര് നല്ല രീതിയിൽ ഈ സാധനങ്ങൾ എത്തിച്ച് നന്നായിട്ട് നല്ല രീതിയിൽ എന്താ പറയുന്നത്, നല്ല ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണുമ്പോൾ നമുക്കറിയാം, ഇഷ്ടം പോലെ ആളുകൾ ഇറങ്ങുന്നുണ്ട്. ഇത് തേച്ചാൽ നല്ലതാണ്. വേറൊരു സാധനം പറയാം, എൻ്റെ തലയിലെ ഈ ഒരു പരുവം കണ്ട്, അതായത് മുടി വളരാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഒത്തിരി പരീക്ഷിച്ച് ഞാൻ പരാജയപ്പെട്ടു പോയൊരു മനുഷ്യനാണ്. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയും. പല സ്ഥലത്തുനിന്ന്, അതായത് ഞാൻ ഈ കോട്ടയംകാരനായി ഞാൻ അങ്ങ് എങ്ങാണ്ട് കണ്ണൂരിൽ നിന്നൊക്കെ എണ്ണ വരുത്തിയിട്ടുണ്ട്, തേച്ചിട്ടുണ്ട്. മുടി വളരും. 2 ടൈപ്പ് എണ്ണ, ഒരെണ്ണം ഇങ്ങനെ തേക്കണം, ഒരെണ്ണം അങ്ങനെ തേക്കണം. അത് കഴിഞ്ഞ് അവരുടെ ഷാമ്പു തേക്കണം. അങ്ങനെ പല പല പരിപാടികൾ. ഇതൊക്കെ തേച്ചിട്ട് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഞാൻ പരാജിതനായി പോയൊരു മനുഷ്യനാണ്, അതുകൊണ്ട് എനിക്കറിയാം. അപ്പം അതുപോലെ ഈ പറയുന്ന പോലെ ബ്യൂട്ടി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വെളുത്തിട്ട് പാറണം എന്ന് വിചാരിക്കുമ്പോൾ അവസാനം പാണ്ട് പാറി വേറെ ഒരു പരുവത്തിലാകാതെ നോക്കുക. അല്ലെങ്കിൽ നാച്ചുറൽ ബ്യൂട്ടിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. ശരിയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ പോയി നിൽക്കുമ്പോൾ 10 പേര് നമ്മളെ കാണുമ്പോൾ കൊള്ളാടാ എന്ന്, അല്ലെങ്കിൽ കൊള്ളാടാന്ന് മുഖത്ത് നോക്കി പറയണം. മാറുന്നിട്ട് മറ്റ് 2 പേരുടെ അല്ല, അവനെ കാണാൻ നല്ല രസമാണ്, ഇല്ലേ അവളെ കണ്ടോ, അവളെ കാണാൻ നല്ല രസമാണ്. പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ പെണ്ണുങ്ങളുടെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ, സ്ത്രീകൾ സാധാരണ, നമ്മൾ ആണുങ്ങൾ സാധാരണ പെൺപിള്ളേരെ വായി നോക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. ഈ പെൺപിള്ളേർ വേറൊരു സൈഡുണ്ട്. പെൺപിള്ളേരെ ആൺപിള്ളേരെ വായി നോക്കും, പക്ഷേ അതുപോലെ തന്നെ പെൺപിള്ളേരെ വായി നോക്കുന്നു. അത് പെൺപിള്ളേർ തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. കാരണം മറ്റൊരാൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, അവർ യൂസ് ചെയ്തിരിക്കുന്ന കോസ്മെറ്റിക്സ്, ഓർണമെന്റ്സ്, വേറെ ചെയ്തിരിക്കുന്ന ഓർണമെന്റ്സ്, മുടിയുടെ ഹെയർ സ്റ്റൈൽ, പിന്നിട്ടിരിക്കുന്ന സ്റ്റൈൽ, ഇതെല്ലാം ശ്രദ്ധിക്കുമെന്ന് പറയുന്നത്. അടിമുടി ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ പേരും ഇറങ്ങും. അതിപ്പം പൈസയ്ക്ക് ബുദ്ധിമുട്ട് ഉള്ള ഒരാളാണെങ്കിൽ പോലും കുറേശ്ശെ ഉള്ള പൈസ ചില്ലിത്തൊട്ടുകൾ സൂക്ഷിച്ചു വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും കാര്യങ്ങൾ ചെയ്യുക. ഇതിപ്പം അവരുടെ കാര്യം പറഞ്ഞു വന്ന സ്ഥിതിക്ക് ഇങ്ങനെ ഒരു കാര്യം കൂടെ എനിക്ക് പെട്ടെന്ന് പറയണം തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. അടുത്ത ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന കല്യാണി ഒരു ലോങ് വീഡിയോ വിത്ത് പ്രൂഫ് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അതെന്താണെന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. എന്താണെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പണ്ടത്തെ പരിപാടി തന്നെ. ഷെയർ ചെയ്യാൻ പറയുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുക.
ബൈ.